ലോകത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പരതുന്നതും അന്വേഷിക്കുന്നതും സ്വസ്ഥതയാണ്. സമാധാനമാണ് മനുഷ്യനേറെ ആവശ്യമുള്ള കാര്യം. നിർഭയത്വം നിറഞ്ഞ ശാന്തമായ ജീവിതം നയിക്കാൻ സർവമനുഷ്യരും ആഗ്രഹിക്കുന്നു. പക്ഷേ ഭൗതികമായ സുഖങ്ങളും സൗകര്യങ്ങളുമൊക്കെ വർദ്ധിക്കുന്നതിനനുസരിച്ച് മനുഷ്യരുടെ സ്വസ്ഥത കെട്ടുപോകുകയും സമാധാനപൂർണമായ ജീവിതത്തിന് വിള്ളലേൽക്കുകയും ചെയ്യുന്നുണ്ട്. പ്രവാചകന്മാരുടെ ജീവിതം, അവരുടെ അനുചരന്മാരുടെ ജീവിതമൊക്കെ പരിശോധിച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളുടെ, ഭൗതികമായ സുഖസൗകര്യങ്ങളുടെ 100-1 പോലും അവർ അനുഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. കൈയൊന്ന് ഉയർത്തിയാൽ അത് തട്ടുന്ന അത്ര ഉയരമുള്ള മേൽക്കൂരയിൽ നിർമ്മിക്കപ്പെട്ട വീടുകളും, കുനിഞ്ഞുകൊണ്ടല്ലാതെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ലാത്ത അത്രയും ഉയരം കുറഞ്ഞ സുഖസൗകര്യങ്ങൾ ഏറെ പരിമിതമായ ഒരു ജീവിതമാണ് ഭൗതികമായും അവരുടെ ജീവിതം. വെട്ടമില്ലാത്ത, വെളിച്ചമില്ലാത്ത റൂമുകളും വീടുകളും റോഡുകളും ഒക്കെയാണ് അവർക്കുണ്ടായിരുന്നത്. എങ്കിൽ പോലും അവർ അനുഭവിച്ച സുഖങ്ങളുടെ മനസ്സമാധാനത്തിന്റെ 100% നമ്മൾ അനുഭവിക്കുന്നില്ല. ഭൗതികമായി നമ്മൾ അവരുടെ എത്രയോ മീതെയാണ്. മനസ്സമാധാനവുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ അവർ നമ്മളെക്കാൾ എത്രയോ മീതെയാണ് മനസ്സമാധാനത്തിന്റെ കാര്യത്തിൽ. ഈ ഒരു വ്യത്യാസം ഉണ്ടായതിന്റെ പിന്നിൽ കാതലായ ചില കാര്യങ്ങളുണ്ട്. അവരെല്ലാം ഭൗതികമായ സുഖങ്ങളും പരലോകത്ത് അവർക്ക് ലഭിക്കാനിരിക്കുന്ന സുഖങ്ങളെ സംബന്ധിച്ചുമൊക്കെ കൃത്യമായ അവബോധമുള്ളവരായിരുന്നു. ഒരാളുടെ ജീവിതത്തിൽ സമാധാനം കരഗതമാക്കാൻ, സ്വസ്ഥത നേടിയെടുക്കുവാൻ അവൻ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് അവന്റെ വിശ്വാസ കാര്യങ്ങളാണ്. വിശ്വാസങ്ങൾ ശരിപ്പെടുമ്പോഴാണ് നമ്മുടെ മനസ്സ് അതിന് തകരാറുകളില്ലാതെ അതിനൊരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഭൗതികമായ സുഖാഡംബരങ്ങൾ കൊണ്ട് ഒരാൾക്ക് സമാധാനം നേടാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഫിറഔൻ ഏറ്റവും കൂടുതൽ അക്കാലത്തെ സമാധാനം അനുഭവിച്ച വ്യക്തിയാകേണ്ടതാണ്. അധികാരത്തിന്റെ സകലമാന ഉപകരണങ്ങളും ഉപയോഗിച്ച് വിശ്വാസികളാകുന്ന ബനു ഇസ്രായേലിനെ പതിറ്റാണ്ടുകളല്ല, നൂറ്റാണ്ടുകൾ പീഡിപ്പിച്ച ഭരണാധികാരി അനുഭവിച്ചിരുന്ന മാനസികമായ അസ്വസ്ഥത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പീഡനങ്ങളെല്ലാം അനുഭവിച്ചു കഴിഞ്ഞിരുന്ന ബനു ഇസ്രായേലിയർക്കുണ്ടായിരുന്ന സ്വസ്ഥതയും നമുക്ക് പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അനുഭവിച്ചിരുന്ന മനസ്സമാധാനം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന അബൂജഹലും ഉബയ്യയും ഒക്കെ അനുഭവിച്ചിരുന്ന അസ്വസ്ഥതയുടെ ആഴവും നമുക്ക് ബോധ്യപ്പെടും. ഇതൊക്കെയുള്ള പരസ്പരമുള്ള അന്തരം അവിടെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സിന്റെ വിമലീകരണമാണ്. മനസ്സിനെ പാപക്കറ പുരളാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മനസ്സ് എത്തിപ്പെടുമ്പോഴാണ്
യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സമാധാനം ലഭിക്കുന്നത് എന്നുള്ളത് പ്രമാണങ്ങൾ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ള വിഷയമാണ്. മനസ്സാണ് കേന്ദ്രമെന്ന് പറയാൻ കാരണം അതീതകളുടെ പിൻബലമുള്ളത് കൊണ്ടാണ്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ മനസ്സിനെ ഉപമിക്കാറുള്ളത് രാജാവിനോടാണ്. നമ്മുടെ ശരീരം ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിലെ രാജാവാണ് നമ്മുടെ ഹൃദയം, മനസ്സ് എന്ന് പറയുന്നത്. രാജാവ് നന്നായാൽ ഇതര അവയവങ്ങളാകുന്ന പ്രജകളും നന്നാവും. രാജാവ് മോശമായാൽ ഇതര അവയവങ്ങളാകുന്ന പ്രജകളും മോശമാകുമെന്ന് പൂർവിക പണ്ഡിതന്മാർ ഉദാഹരണങ്ങളിലൂടെ, മനോഹരമായ ഈ ഒരു ഉദാഹരണങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അടിസ്ഥാന മനസ്സാണ് എന്നതാണ് അവർ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ നല്ല ഒരു മനസ്സ് അതുണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകുകയുള്ളൂ എന്നതാണ് അത് നൽകുന്ന പാഠം. അതിനെന്താണ് വേണ്ടത്? അതാണ് ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കേണ്ടത്. അതിന് ഒന്നാമതായി വേണ്ടത്, നമ്മൾ ചെയ്യുന്ന സകലമാന സൽക്രമങ്ങളും അതിനെ ഭൗതികതയുടെ നിറം ചേർത്താതെ, ഭൗതികതയുടെ നിറം അതിന് പകരാതെ എല്ലാം നിഷ്കളങ്കമായിരിക്കണം എന്നതാണ്. നമ്മളൊരാളെ സ്നേഹിക്കുന്നത്, ഒരാളെ സഹായിക്കുന്നത്, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തു കൊടുക്കുന്നത്, സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നത് തുടങ്ങി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും അത് അള്ളാഹുവിനടുക്കൽ നിന്നുള്ള കൂലിയും അവന്റെ പക്കൽ നിന്നുള്ള പ്രതിഫലവും കാക്ഷിച്ചുകൊണ്ട് മാത്രമാകണം എന്നിടത്തേക്ക് നമുക്ക് വളരാൻ, ഉയരാൻ സാധിച്ചാൽ അവിടെ മനസ്സമാധാനം ലഭിക്കുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഅ്താ ലില്ലാഹ്, ആർ അള്ളാഹുവിന് വേണ്ടി നൽകുന്നുവോ, നൽകുന്നത് എന്തുമാവാം, സ്നേഹമാകാം, സമ്പത്താകാം, നമ്മുടെ സമയമാകാം, നമ്മുടെ അധ്വാനമാകാം, നമ്മുടെ സ്വാധീനമാകാം, എല്ലാം നമ്മൾ നൽകുന്നത് ഈ നൽകപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് ഭൗതികമായി എന്തെങ്കിലും ഒന്ന് കാക്ഷിച്ചുകൊണ്ടാകരുത്. വലാ തംനുൻ തസ്തക്സിർ, കൂടുതൽ ലഭിക്കണമെന്ന ധാരണ വിശ്വാസത്തോടുകൂടെ നീ നന്മ ചെയ്യരുത്. 10 കൊടുക്കുമ്പോൾ 10,000 തിരിച്ചു കിട്ടണം എന്ന ഉദ്ദേശത്തോടുകൂടി നീ ധർമ്മം ചെയ്യരുത്. അത് സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ ധർമ്മമായി മാറും. മറിച്ച് ഞാൻ 1 കൊടുക്കുന്നത് എനിക്ക് എന്റെ റബ്ബിൽ നിന്ന് അതിന്റെ ഇരട്ടിയായി തിരിച്ചു കിട്ടാനാണ്. കിട്ടുന്നത് അള്ളാഹുവിൽ നിന്നാകണമെന്ന ബോധമുണ്ടാകണം. മൻ അഅ്താ ലില്ലാഹ് എന്ന് പറയുമ്പോൾ അതാണ് അതിന്റെ ഒരാശയം. ഇന്നതല്ല. ഇന്ന് പലപ്പോഴും ധർമ്മങ്ങൾ ചെയ്യുന്നത്, ഒരാളെ സഹായിക്കുന്നത്, ഞാൻ അവനെ സഹായിച്ചാൽ എനിക്ക് അവനിൽ നിന്ന് എന്ത് തിരിച്ചു കിട്ടും. മക്കളെ പഠിപ്പിക്കുമ്പോൾ പോലും പല രക്ഷിതാക്കളുടെയും മനസ്സിലുള്ളത്, ലക്ഷങ്ങൾ മുടക്കി ഞാൻ അവനെ പഠിപ്പിച്ചാൽ അവൻ വളർന്ന ഒരു വലിയ ഉദ്യോഗസ്ഥനായാൽ എന്ത് ലാഭം എനിക്ക് കിട്ടുമെന്ന, അതുപോലും ഭൗതികതയോട് ചേർത്ത് വെച്ചുകൊണ്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട്. വയോവൃദ്ധരായ മാതാപിതാക്കളെ പരിചരിച്ചും അവർ ശുശ്രൂഷിച്ചും കഴിയുന്ന മക്കൾ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ സാധാരണ പറയാറുണ്ട്, മാതാപിതാക്കളെ പ്രായമായപ്പോൾ പരിചരിച്ച ആള് ഞാനാണ്, അവരുടെ ഹോസ്പിറ്റൽ ചെലവ് വഹിച്ചത് ഞാനാണ്, അവരുടെ കൂടെ അന്തി ഉറങ്ങിയതും എന്റെ ജോലിയിൽ നിന്ന് ലീവെടുത്ത് ഞാനാണ് അവർക്ക് സംരക്ഷണം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ എനിക്ക് കൂടുതൽ കിട്ടണമെന്ന് പറയുന്ന മക്കളെ പോലും കാണാൻ പറ്റും നമുക്ക്. അവൻ എന്തിനാണ് ഇത് ചെയ്തത്? അവൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടാനല്ല. മാതാപിതാക്കളെ പരിപാലിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് സ്വർഗപ്രവേശത്തിലേക്കുള്ള വഴിയൊരുക്കുകയാണ് എന്നും മാതാപിതാക്കളിന്റെ സ്വർഗമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വചനമല്ല അവൻ ഇങ്ങനെ സുഹൃതങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ പിന്നിലുണ്ടായിരുന്നത്. അവൻ ഇതുപോലും ഭൗതികമായി എന്ത് നേട്ടമാണ് എനിക്ക് കിട്ടുക, ഈ ഒരു ശുശ്രൂഷയും പരിചരണവും എങ്ങനെ ഭൗതികമായ നേട്ടമാക്കി മാറ്റാൻ പറ്റും എന്ന് ചിന്തിക്കുന്നിടത്താണ് പൊതുവെ പലപ്പോഴും ആളുകൾ ഉള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ മാറ്റി അതിന്റെ എതിർ വിശ്വാസം, നേർവിപരീതമായ വിശ്വാസം മനസ്സിൽ വരണം. അഥവാ ഞാനിത് ചെയ്യുന്നത് എന്റെ മാതാപിതാക്കളോടുള്ള എനിക്കുള്ള കടമയുടെ ഭാഗമാണ്,
ഇതുവഴി എനിക്ക് കിട്ടുന്നത് സ്വർഗമാണ്, ഇതുവഴി എനിക്ക് ലഭ്യമാകുന്നത് നരകമോചനമാണ്, ഇതുവഴി എനിക്ക് കിട്ടുന്നത് നാളെ ബർസഖിലുള്ള മലക്കുകളുള്ള ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാനുള്ള ധൈര്യവും സ്ഥൈര്യവുമാണ് എന്ന ഒരു ബോധത്തോടുകൂടെ വേണം ഈ ഒരു കർമ്മം ചെയ്യാൻ. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അള്ളാഹുവിന് വേണ്ടി തടയുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ഒരു സമ്പത്ത് ചെലവഴിക്കുമ്പോൾ അത് അള്ളാഹു തആല കൽപ്പിച്ച മാർഗങ്ങൾക്ക് വിരുദ്ധമായ മേഖലയിലാണ്, ഇസ്രാഫിനാണ്, നമ്മുടെ പ്രൗഢിയും പ്രതാപവും പ്രകടിപ്പിക്കാനാണ് ധർമ്മം ചെയ്യേണ്ടി വരുന്നതെങ്കിൽ അത് നൽകാതിരിക്കുകയും വിട്ടുനിൽക്കുകയും ചെയ്യണം. എന്റെ ഒരു ചില്ലിക്കാശ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച വഴിയിൽ അത് ചെലവഴിക്കുകയില്ല എന്നൊരു കൃത്യമായ ബോധ്യം അവനുണ്ടാകണം. ശിർക്ക് സ്ഥാപിക്കുവാനും ബിദ്അത്ത് സ്ഥാപിക്കുവാനും എന്റെ കീശയിൽ നിന്നൊരു ചില്ലിക്കാശ് പോകില്ല, അത് ഞാൻ തടയും. എന്റെ സമ്പാദ്യം അത് നന്മയുടെ വഴിയിൽ മാത്രമേ ചെലവഴിക്കപ്പെടുകയുള്ളൂ എന്ന ബോധ്യം വരണം. കാരണം സമ്പാദ്യത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നീ എവിടെന്ന് സമ്പാദിച്ചു, എന്തിൽ ചെലവഴിച്ചു എന്ന ചോദ്യം നേരിടാതെ ഇരു പാദങ്ങൾ മുന്നോട്ട് വെക്കാൻ ഒരു അടിമക്കും സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാകണം. സമ്പാദിക്കുന്നതിലും വിനിയോഗിക്കുന്നതിലും അവന് പ്രേരണ നൽകുന്നത് എന്നത് കൃത്യമായും അവൻ അറിയേണ്ടതാണ്. അതുപോലെ തന്നെ അർഹതപ്പെട്ട ആളുടെ അവകാശങ്ങൾ തടയുകയും ചെയ്യരുത്. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കണം. നമ്മൾ പരസ്പരമുള്ള സ്നേഹം എന്ന് പറയുന്നത് ആദർശത്തിന്റെ പേരിലുള്ള സ്നേഹമാകണം. ഭൗതികമായ യാതൊരു താല്പര്യവും ഈ ഒരു സ്നേഹത്തിൽ കലർന്ന് ആ സ്നേഹബന്ധം അത് മലിനമാകരുത്. നമ്മുടെ ലോകത്തുള്ള ഏതൊരു വിശ്വാസിയെ നമ്മൾ സ്നേഹിക്കണം, വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിലോ ആ ഒരു സ്നേഹത്തിലോ ഭൗതികതയുടെ യാതൊരു ലാഞ്ചനയും അതിന്റെ ചെറിയ ഒരു പ്രഹരവും പോലും ഏൽക്കാത്ത വിധം സംശുദ്ധമായ സ്നേഹമാകണം പരസ്പരം ഉണ്ടാകേണ്ടത്. അത് ഈമാനിന്റെ ഭാഗമാണ്. അള്ളാഹുവിന് വേണ്ടി കോപിക്കുക, അവൻ പഠിപ്പിച്ച ദീനിന് വേണ്ടി ദേഷ്യപ്പെടുക, അതിന്റെ പേരിലുള്ള ബന്ധവിച്ഛേദനവും ബന്ധം ചേർക്കലും ഉണ്ടാകുക. ഇങ്ങനെയൊക്കെ ഒരാൾ ശ്രദ്ധിച്ചാൽ അവനാണ് ഈമാൻ പൂർത്തീകരിച്ച ആൾ. അപ്പോഴാണ് അവന്റെ ഈമാൻ പരിപൂർണമാകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഈമാൻ ഈ വിധത്തിൽ പരിപൂർണമാകുമ്പോഴാണ് മനസ്സ് സംശുദ്ധമാകുന്നത്, മനസ്സ് വൃത്തിയുള്ള മനസ്സാകുന്നത്. അതാണ് സ്വസ്ഥത ലഭിക്കാനുള്ള ഏറ്റവും കുറ്റമറ്റ മാർഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. തെറ്റിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നും എത്ര കണ്ട് നമ്മൾ അകലം പാലിക്കുന്നുവോ അതിനനുസരിച്ചാണ് നമ്മുടെ മനസ്സമാധാനത്തിന്റെ വലിപ്പം കൂടുക എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തെ, നമ്മുടെ മനസ്സമാധാനത്തെ ഒക്കെ അവർ പലപ്പോഴും ഉപമിക്കുന്ന രണ്ടാമത്തെ ഒരു ഉപമ, മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് അത് പക്ഷിയെ പോലെയാണ് എന്ന് പറയാറുണ്ട്. പക്ഷി എത്ര കണ്ട് ഉയർന്നു പറക്കുന്നുവോ അത്ര കണ്ട് അതിനെ മറ്റു ജീവികൾ പിടിക്കാതെ അതിന് സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ പറ്റും. ഭൂമിയോട് എത്ര കണ്ട് താഴ്ന്നു വരുന്നുവോ അതനുസരിച്ച് അത് പിടിക്കപ്പെടാനുള്ള ഇതര ജീവികൾ അതിനെ പിടിക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. ഇതേപോലെ പാപത്തിൽ നിന്നും എത്ര കണ്ട് നമ്മുടെ മനസ്സ് ഉയർന്ന് അകന്നു പോകുന്നുവോ അതിനനുസരിച്ചാണ് നമുക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നത് എന്ന് കൃത്യമായി പണ്ഡിതന്മാർ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധമായ മഹാനായ ഹസനുൽ ബസ്വരി റഹിമഹുല്ലയുടെ ചെറിയൊരു വാചകം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. അദ്ദേഹം പറയുന്നത്, മാ നളർതു ബിബസ്വരി വലാ നതഖതു ബിലിസാനി വലാ ബതഷ്തു ബിയദി വലാ നഹൽതു അലാ ഖദമി ഹത്താ അൻദുറ അലാ തഅത്തിൻ ഔ അലാ മാസിയത്തിൻ. ഞാൻ ഏതൊരു കാര്യത്തിലേക്ക് നോക്കുമ്പോഴും, ഒരു കാര്യത്തിലേക്ക് ഞാൻ നോക്കുമ്പോ, ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുമ്പോ, എന്തെങ്കിലും ഒരു കാര്യം എടുക്കാനും പിടിക്കാനും ഉദ്ദേശിക്കുമ്പോ
ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നടന്നു പോകാൻ ഞാൻ ഉദ്ദേശിക്കുമ്പോ അതിന്റെ ഒക്കെ തൊട്ടു മുമ്പായി ഞാൻ ഗൗരവപൂർവ്വം ആലോചിക്കും. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം, ഞാൻ ഈ എടുക്കാൻ പോകുന്ന കാര്യം, ഞാൻ ഏത് വിഷയത്തിലേക്കാണ് നടന്നു പോകുന്നത് ആ കാര്യം, ഞാൻ നോക്കുന്ന ഈ കാര്യം, ഇതൊക്കെ അള്ളാഹു കൽപ്പിച്ച അവനുള്ള അനുസരണയാണോ അതോ അവൻ വിരോധിച്ച കാര്യമാണോ എന്ന് ഞാൻ നോക്കും. അള്ളാഹു താല വിരോധിച്ചതിലേക്കാണോ എന്റെ നോട്ടം പോകുന്നത്? അള്ളാഹു താല വിരോധിച്ചതിലേക്കാണോ ഞാൻ നടന്നു പോകുന്നത്? അള്ളാഹു താല വിരോധിച്ച കാര്യമാണോ ഞാൻ സംസാരിക്കുന്നത് എന്ന് കൃത്യമായി കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് തലങ്ങും വിലങ്ങും ആലോചിച്ച് ഇടതും വലതും അതിന്റെ വരും വരായികകളെ കുറിച്ച് ഞാൻ വളരെ ഗൗരവപൂർവ്വം ചിന്തിച്ച ശേഷമേ എന്റെ ഒരു കാൽപാദം മുന്നോട്ട് വെക്കൂ, ഒരു വാക്ക് ഞാൻ ഉച്ചരിക്കൂ, എന്റെ കണ്ണ് ഒരു വിഷയത്തിലേക്ക് അതിന്റെ ദൃഷ്ടി പായുകയുള്ളൂ. ഇങ്ങനെ നന്മയാണോ തിന്മയാണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം, നന്മയാണെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിച്ച നന്മയാണെങ്കിൽ ഞാൻ വേഗം മുന്നോട്ട് പോകും. അതല്ലാതെ തിന്മയാണ് എങ്കിൽ ഞാൻ പൂർണ്ണമായും അതിൽ പിൻവാങ്ങി വേറിട്ട് നിൽക്കുകയും ചെയ്യും എന്ന് മഹാനായ താബിഈ പണ്ഡിതൻ അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞതായി നമുക്ക് കാണാം. ഈ ഒരു വാചകം മാത്രം മുന്നിൽ വെച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. എന്റെ നോട്ടം ഞാൻ അധികമായി ഇന്ന് നോക്കുന്നത് സോഷ്യൽ മീഡിയയിലാണോ, സാമൂഹ്യ മാധ്യമങ്ങളിൽ വേണ്ടാവൃത്തികൾ കാണാനാണോ എന്റെ അധിക സമയം ഞാൻ വിനിയോഗിക്കുന്നത്? അതല്ല, അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ, അവന്റെ ഖുർആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, ഇതിനു വേണ്ടിയാണോ ഞാൻ അത് ഉപയോഗപ്പെടുത്തുന്നത് എന്നത് എനിക്ക് പ്രയോജനമുള്ള, എന്റെ പരലോകത്തെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളിലാണോ ഞാൻ എന്റെ സമയം വിനിയോഗിക്കുന്നത് എന്നാലോചിക്കണം. എന്റെ സംസാരം പരലോകത്തെ സംബന്ധിച്ചാണോ? അതല്ല, ഭൗതികമായ എന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണോ എന്റെ തീവ്രമായ ചിന്ത കൂടുതൽ ഞാൻ ചിന്തിക്കുന്നത്? എന്റെ നടത്തം പള്ളിയിലേക്കാണോ അതോ നിശാ ക്ലബിലേക്കാണോ എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഗൗരവമായ ചിന്ത മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ പറ്റിയാൽ അവിടെ നമ്മളുടെ മനസ്സ് ശുദ്ധമാകും. മനസ്സ് ശുദ്ധമാകുന്നിടത്തെ സമാധാനം തഴച്ചു വളരുകയുള്ളൂ എന്നുള്ളത് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന, നമ്മുടെ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം കൂടിയാണ്. രണ്ടാമത്തൊരു മാർഗമായി പണ്ഡിതന്മാർ മനസ്സ് നന്നാകാനുള്ള മറ്റൊരു മാർഗമായി പറഞ്ഞിട്ടുള്ളത് നല്ല ആളുകളുമായി സഹവസിക്കുക എന്നതാണ്. നമ്മുടെ കൂട്ടുകെട്ട് എങ്ങനെയാണോ അതനുസരിച്ചാണ് നമ്മുടെ സ്വസ്ഥത അണഞ്ഞു പോകുന്നത്. ഒരു ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയാൻ, വജബത മഹബ്ബതി ലിൽ മുതഹാബ്ബൈനി ഫിയ്യ, എന്റെ കാര്യത്തിൽ അഥവാ ആത്മാർത്ഥമായി പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾക്ക് എന്റെ സ്നേഹം കിട്ടും. വൽ മുതജാലിസീന ഫിയ്യ, എന്റെ കാര്യം അഥവാ ദീനിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മറ്റുമൊക്കെ ഒന്നിച്ചിരിക്കുന്നവർ, വൽ മുതസാബിരീന ഫിയ്യ, ആത്മാർത്ഥമായി എന്നിൽ നിന്ന് കൂലി കിട്ടണമെന്നുള്ള ഉദ്ദേശത്തിൽ പരസ്പരം സിയാറ സന്ദർശിക്കുക, നമ്മുടെ കൂട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരസ്പരം സന്ദർശിക്കുക. ആ ഒരു സന്ദർശനത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലമായിരിക്കണം. വൽ മുതബാദിലീന ഫിയ്യ, എന്റെ മാർഗത്തിൽ പരസ്പരം സമ്പത്ത് വിനിയോഗിക്കുന്നവർ, സമ്പത്ത് മാത്രമല്ല സമയവും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിനിയോഗിക്കുന്ന ആളുകൾ, അത് അള്ളാഹുവിന്റെ മഹബ്ബത്ത് കിട്ടാനുള്ള മാർഗമാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം സന്ദർശിക്കുകയും ഒന്നിച്ചിരിക്കുകയും അതേപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തികവും മറ്റുമായ സഹായങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ മഹബ്ബത്ത് കിട്ടും, അള്ളാഹുവിന്റെ സ്നേഹം കിട്ടും. അള്ളാഹു തആല അവരെ സ്നേഹിക്കും. അള്ളാഹ് സ്നേഹിച്ചാൽ അള്ളാഹു ജിബ്രീലിനോട് പറയും, ജിബ്രീൽ, ഇന്ന വ്യക്തിയെ ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നീയും അദ്ദേഹത്തെ സ്നേഹിക്കണം. സംസാരിച്ചാലേ
നിസ്കാരമൊക്കെ ബാത്തിലാവട്ടോ. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയും, ഞാൻ ഇന്നയാളെ സ്നേഹിക്കുന്നു, നീയും അവരെ സ്നേഹിക്കണം. എന്താ? എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഈ ആകാശത്തുള്ള മലക്കുകളുടെ വാസസ്ഥലം എന്ന് പറയുന്നത് ആകാശമാണ്. ഈ ആകാശത്തുള്ള മലക്കുകളോട് മുഴുവനും ആ മനുഷ്യനെ സ്നേഹിക്കാൻ പറയണം. ലോകത്തുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളാകുന്ന അസംഖ്യം സൃഷ്ടികളാകുന്ന മലക്കുകൾ ഈ മനുഷ്യനെ സ്നേഹിക്കും. മാത്രമല്ല ഭൂമിയിലുള്ള ആളുകൾക്കും ഈ മനുഷ്യനോടൊരു സ്നേഹവും അംഗീകാരവും അള്ളാഹു തആലയുടെ മനസ്സിലിട്ട് കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ മഹബ്ബത്ത് കിട്ടിയാൽ കിട്ടുന്ന വിവരണാതീതമായ നേട്ടമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. കാരണം അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടായിരിക്കണം. നമ്മുടെ മനസ്സ് ശരിയാവണം, മനസ്സ് ശുദ്ധമായിരിക്കണം. ശുദ്ധമാകാനുള്ള മാർഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൽപ്പെട്ട നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ ശരിയാകണം. സജ്ജനങ്ങളോടുള്ള സഹവാസം അതുണ്ടായിരിക്കണം. നല്ല ആളുകളോട് സഹവസിക്കുക. കാരണം നല്ല ആളുകളോട് സഹവസിക്കുമ്പോഴാണ് അവരുടെ നല്ല സ്വഭാവം നമുക്കും കിട്ടുക. സാധാരണ പറയാറുണ്ട്, ആരോഗ്യം പകരില്ല, രോഗമാണ് പകരം. ചീത്ത ഒരാളോട് സഹവസിച്ചാൽ അവന്റെ എല്ലാവിധ തിന്മകളും നമ്മളിലേക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ ആരുമായി സഹവസിക്കുന്നു, പ്രത്യേകിച്ച് ഇക്കാലത്ത് നമ്മുടെ മക്കൾ അവർ ആരോട് സഹവസിക്കുന്നു, അവരുടെ കൂട്ടുകാരെ ആരാണ് എന്നറിയണം. പ്രത്യേകിച്ച് ഇക്കാലത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട ഒരുപാട് അപകടങ്ങളും മറ്റുമൊക്കെ തടച്ചു വളരുന്നൊരു കാലമാണ്. ഏതൊരു ലഹരി വസ്തുവും കേവലം 15 മിനിറ്റിനുള്ളിൽ ഏത് കുഗ്രാമത്തിലേക്കും എത്തിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ലഹരി മാഫിയകളുടെ നെറ്റ്വർക്ക് സജീവമാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്നു. നിങ്ങൾ ഏത് കുഗ്രാമത്തിലും അതെത്തും. ആ വിധം ഇതിന്റെ നെറ്റ്വർക്കുകൾ സജീവമാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് ആരുമായിട്ടാണ് അവർക്കുള്ള സഹവാസം എന്ന് ഗൗരവപൂർവ്വം ആലോചിക്കണം. അവന്റെ കൂട്ടുകെട്ട്, അവന്റെ കൂട്ടുകാരൻ അവനെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ മാത്രമുള്ള കുറ്റമറ്റൊരു കൂട്ടുകെട്ടാണോ, ഖുർആൻ ക്ലാസ്സിലേക്കും സിയാറിയിലേക്കും തുടങ്ങിയ നല്ല ഇസ്ലാമികമായ വേദികളിലും സംരംഭങ്ങളുമായി സഹകരിച്ചു പോകാവുന്ന ഒരു കൂട്ടുകെട്ടാണോ അവനുള്ളത്? അതല്ല, പള്ളിയിലേക്ക് വെള്ളിയാഴ്ച പോലും ഇഖാമത്ത് വിളിക്കുന്ന സമയമോ അല്ലെങ്കിൽ അതിലും വഴികിയോ വരുന്നവരാണോ നമ്മുടെ മക്കൾ? ആ വിധത്തിലുള്ള കൂട്ടുകെട്ടാണോ എന്നൊക്കെ നമ്മുടെ രക്ഷിതാക്കൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ആ ഒരു ചീത്തയായ കൂട്ടുകെട്ടിലൂടെ വളർന്നു വന്നാൽ പിന്നെ നമുക്ക് നിയന്ത്രിക്കാനോ നമുക്ക് കൺട്രോൾ ചെയ്യാനോ പറ്റാത്തൊരു വിധത്തിലുള്ള ബന്ധം വളർന്ന് വലുതായിട്ടുണ്ടാകും. പിന്നെ അവസാനം നമ്മൾ വിരൽ കടിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. ഒരു ഫലവും പ്രയോജനമില്ലാത്ത സമയത്ത് അങ്ങനെ നമ്മൾ ഖേദിച്ചും ദുഃഖിച്ചും കഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് വലിയവരായാലും ശരി, കുട്ടികളായാലും ശരി, അവരുടെ കൂട്ടുകെട്ടും സാഹോദര്യം ആരോടാണ് എന്നത് ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നല്ല കൂട്ടുകെട്ട് വഴി കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മനസ്സിന്റെ വിമലീകരണവുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ് അതിന്റെ പ്രത്യേകത. അദ്ദേഹം പറഞ്ഞത്, നല്ല ആളുകളുമായി കൂട്ടുകെട്ടിയാൽ നമുക്ക് ചുരുങ്ങിയത് 6 നേട്ടങ്ങളെങ്കിലും ഉണ്ടാകും. അദ്ദേഹം ഒന്ന് പറഞ്ഞത്, സംശയത്തിൽ നിന്ന് നമുക്ക് ദൃഢവിശ്വാസത്തിലേക്ക് യാത്ര ചെയ്യാൻ പറ്റും. നല്ലൊരു മനുഷ്യനാണെങ്കിൽ, നല്ലൊരു വിശ്വാസിയാണെങ്കിൽ അവനോട് നമ്മൾ കൂട്ടുകൂടിയാൽ നമുക്കുമാരും നല്ല വിശ്വാസം അവനിലൂടെ പഠിച്ചെടുക്കാനും അവനെ മാതൃകയാക്കാനും പറ്റും. പ്രകടനപരതയിൽ നിന്ന് ആത്മാർത്ഥതയിലേക്ക് നിങ്ങൾക്ക് മടങ്ങാൻ പറ്റും. അതുപോലെ അശ്രദ്ധയിൽ നിന്ന് അള്ളാഹുവിനെ ഓർക്കുന്നതിലേക്കും, ദുന്യാവിനോടുള്ള അടക്കാൻ കഴിയാത്ത താല്പര്യത്തിൽ നിന്ന് പരലോകത്തെക്കുറിച്ചുള്ള സജീവമായ ചിന്തയിലേക്കും ബോധത്തിലേക്കും അത് നിങ്ങളെ നയിക്കും. അഹങ്കാരത്തിൽ നിന്ന് താഴ്മയിലേക്ക് നിങ്ങളത് കൊണ്ടുപോകും. ദുഷിച്ച നിയ്യത്തിൽ നിന്ന്
ഗുണകാംക്ഷയുള്ള ഒരു മനസ്സിലേക്ക് അത് നിങ്ങളെ നയിക്കുമെന്ന് അതിന്റെ 6 നേട്ടങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 6 അദ്ദേഹം 6 ചുരുക്കി പറഞ്ഞത്. എവിടെ നോക്കൂ നിങ്ങൾ, മുഴുവനും നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. മുഴുവനും നമ്മുടെ മനസ്സിനെ വിമലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. സംശയമില്ലാത്ത ദൃഢവിശ്വാസം, പ്രകടനപരതയില്ല, ആത്മാർത്ഥത തുടങ്ങി മുഴുവനും നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് മനസ്സിനെ നന്നാക്കാനുള്ള ഒരു മാർഗമായി പറയുന്നത്. മൂന്നാമതൊരു മാർഗമായി പണ്ഡിതന്മാർ ഹദീസുകളുടെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുള്ളത് പരലോകം മുഖ്യ ലക്ഷ്യമായി കാണുക എന്നതാണ്. പരലോകത്തെ മുഖ്യ ലക്ഷ്യമായി കാണുന്ന ഒരു മനുഷ്യന് അയാൾക്ക് ഇഹലോകത്ത് എത്ര വലിയ കഷ്ടപ്പാടുകൾക്ക് നടുവിൽ ജീവിക്കുന്നവനാണെങ്കിലും ശരി, അവന് മനസ്സമാധാനം ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. റസൂലുള്ളാഹി പറയാൻ ഞാൻ അതിന്റെ അറബി മൂല്യമൊന്നും ഇതിന്റെ അറബി പദം വായിക്കുന്നില്ല. റസൂലുള്ളാഹി പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: ഒരാളുടെ മുഖ്യ ലക്ഷ്യം ദുന്യാവ് ആയാൽ അവന്റെ ജീവിതത്തിൽ ഒരു ക്രമവും ഉണ്ടാവില്ല. ആകെ ചിന്നിച്ചിതറി. ഇടത്തോട്ട് കടന്നാൽ ദുന്യാവിനെ കുറിച്ച് ചിന്ത, വലത്തോട്ട് ചെരിഞ്ഞാൽ ദുന്യാവിനെ കുറിച്ച് ചിന്ത. എപ്പോഴും ദുന്യാവിനുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി അവന്റെ മനസ്സ് ദുന്യാവ് അതിനെങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവൻ എപ്പോഴും ദാരിദ്ര്യമായിരിക്കും. ബാങ്ക് ബാലൻസ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ഒരു പരമദരിദ്രൻ ജീവിക്കുന്നത് പോലെയായിരിക്കും അവന്റെ ജീവിതം. ഇതാണ് ദുന്യാവിന്റെ പിന്നാലെ വല്ലാതെ പോയാൽ. നേരെ മറിച്ച് ആഖിറമാണ് അവന്റെ മുഖ്യ ലക്ഷ്യമെങ്കിൽ അല്ലാഹു തആല അവന്റെ ജീവിതത്തിൽ ഒരു ക്രമം, ഒരു തർത്തീബ് ഉണ്ടാക്കും. ഒക്കെ ഓർഡറായിരിക്കും. അവന്റെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകും. ഇതിനർത്ഥം ദുന്യാവിനെ അവഗണിക്കണമെന്നല്ല, ദുന്യാവിനെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തണം. അത് കയ്യിൽ മാത്രമായിരിക്കണം, മനസ്സിൽ കയറരുത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ദുന്യാവ് മനസ്സിൽ കയറരുത്. അത് എപ്പോഴും നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന വിധം നമ്മുടെ കൈപ്പിടിയിലായിരിക്കണം. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലാകരുത്. നേരം നമ്മുടെ മനസ്സിൽ നമ്മൾ കുടിയിരുത്തേണ്ടത് അള്ളാഹുവിനെ കുറിച്ചും പരലോക വിശ്വാസവുമാണ്. അങ്ങനെ ഒരാൾ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മനസ്സിൽ ഐശ്വര്യം നൽകും. അവൻ പ്രാരാബ്ധങ്ങൾക്കും പരിവട്ടങ്ങൾക്കും ഇടയിൽ ജീവിക്കുന്നവനാണെങ്കിൽ പോലും അവന് സ്വസ്ഥതയുണ്ടാകുമെന്ന് റസൂലുള്ളാഹി പറയുന്നു. ദുന്യാവിൽ അവൻ ആവശ്യമായ കാര്യം ഇങ്ങോട്ട് വരും എന്ന് റസൂലുള്ളാഹിയുടെ വാചകമാണ്. അവന്റെ ദുന്യവിയായ കാര്യങ്ങളും അവന്റെ സൗകര്യങ്ങളും ഒക്കെ അവന്റെ ദുന്യാവിൽ അവന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും. പരലോകത്തിന് പ്രാമുഖ്യം നൽകിയാൽ ഇഹത്തിലും പരത്തിലും രക്ഷയുണ്ടാകും. ഇഹലോകത്തിന് ഊന്നൽ നൽകിയാൽ രണ്ടും നഷ്ടപ്പെടുകയും ചെയ്യും എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വിശ്വാസികളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. والصلاة والسلام الأتمان الأكملان على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. അള്ളാഹുവിന്റെ വിധിവിലക്കൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളെല്ലാം പാലിച്ച് ഒരാൾ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ് എങ്കിൽ അവന്റെ ഇഹത്തിലും പരത്തിലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വസ്ഥത പ്രദാനം ചെയ്യും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു സത്യവിശ്വാസിനി അവർക്ക് മരണം ആസന്നമാകുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഗുണഗണങ്ങളെല്ലാം ഉൾക്കൊണ്ട് ജീവിച്ച ഒരാളാണ് എങ്കിൽ മാലാഖമാർ ഇറങ്ങി വന്നിട്ട് പറയും, ഉഖ്റുജി അയ്യതുക നഫ്സു ത്വയ്യിബ, നല്ല ആത്മാവേ ഈ ദുന്യാവിൽ നിന്ന് പുറപ്പെടുക. ഈ ശരീരത്തിൽ ഉണ്ടായിരുന്നത് നല്ലൊരു ആത്മാവാണ്, പാപത്തിന്റെ കറ പുരളാത്ത ശുദ്ധമായ ഒരാത്മാവാണ്. അതുകൊണ്ട് പ്രശംസനീയമായ അവസ്ഥയിൽ ഈ ദുന്യാവിനോട് വിട പറയുക, ആശ്വാസം ലഭിക്കും. അള്ളാഹുവിൽ നിനക്ക് അള്ളാഹു തആല നിനക്ക് ഏറെ സ്വസ്ഥത നൽകും. നിന്നോട് അള്ളാഹു തആല ഒരു വിധത്തിലും കോപിക്കുകയില്ല. അള്ളാഹു തആല കോപമേൽക്കാതെ അവൻ ഒരുക്കി വെച്ചിട്ടുള്ള സമാധാനത്തിലേക്ക് പുറപ്പെടുക എന്ന് പറയുമെന്നാണ്. ആ മനുഷ്യൻ അള്ളാഹു തആല ഖബറിൽ വെച്ച് തന്നെ സുഖസൗകര്യങ്ങൾ, ആശ്വാസം നൽകും.
റസൂലുള്ള പറയാണ് അഫിരിശൂഹു മിനൽ ജന്ന, ഇത്തരത്തിൽ സ്വസ്ഥമായ മനസ്സോടുകൂടെ വിട പറയുന്ന ഒരാൾക്ക് വേണ്ടി ഖബറിൽ തന്നെ സ്വർഗത്തിനുള്ള വിരിപ്പുകൾ വിരിച്ചു കൊടുക്കും. സ്വർഗത്തിനൊരു കവാടം ഖബറിലേക്ക് തുറന്നിടും. സ്വർഗവസ്ത്രം അദ്ദേഹം അണിയിക്കപ്പെടും. ഇതൊക്കെ ബർസഖിയ ലോകത്ത് തന്നെ ലഭിക്കുമെന്നാണ്. എന്നിട്ട് ഈ ഒരു അവസ്ഥയിൽ ആ മനുഷ്യൻ പറയും, റബ്ബി അഖ്മിസ്സാ, അല്ലാഹുവേ ഖിയാമത്ത് നാൾ പെട്ടെന്ന് വന്നോട്ടെ, വേഗം വേഗം ഖിയാമത്ത് നാൾ വരട്ടെ എന്ന് പറയും. കാരണം അദ്ദേഹത്തിന് അറിയാം, ഈ ഖബറിൽ നിന്ന് എണീറ്റ് ഞാൻ പോകുന്നത് ഇതിനേക്കാൾ വലിയ സുഖം നിറഞ്ഞൊരവസ്ഥയിലേക്കാണ്. അതുകൊണ്ട് വേഗം ഖിയാമത്ത് നാൾ വരട്ടെ എന്ന് പറയുമെന്നാണ് നല്ല മനസ്സോടുകൂടെ ജീവിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറൊരു ഹദീസിൽ നമുക്ക് കാണാം, സ്വർഗത്തിൽ ഏറ്റവും ചെറിയ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന വ്യക്തി ഈ ലോകം അല്ലാഹു തആല പടച്ചതു മുതൽ ഈ ലോകത്തെ നശിപ്പിക്കുന്നത് വരെ ഈ ഭൂമുഖത്തുണ്ടായിരുന്ന എന്തൊക്കെ സുഖ സൗകര്യങ്ങളുണ്ടോ അതിന്റെ 10 ഇരട്ടിയാണ് സ്വർഗത്തിലെ ഏറ്റവും ചെറിയ ദറജ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലെ ഏറ്റവും ചെറിയ ദറജ എന്ന് പറയുന്നത് ഈ ദുന്യാവിനെ അല്ലാഹു തആല പടച്ചതു മുതൽ അവസാനിപ്പിക്കുന്നത് വരെയുള്ള എന്തൊക്കെ സുഖസൗകര്യങ്ങളുണ്ടോ അതിന്റെ 10 ഇരട്ടി. അതാണ് സ്വർഗത്തിലെ ഏറ്റവും ചെറിയ ദറജയിലുള്ള ആളുടെ അവസ്ഥ എന്നാണ്. അത് കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അതിലേറെ ശ്രദ്ധിക്കേണ്ടത്. അവൻ ആത്മാവിനെ പിടിക്കുന്ന സമയത്ത് തന്നെ മലക്കുകൾ ആ ഒരു വിധത്തിലുള്ള ആശ്വാസം ചൊരിഞ്ഞ് സ്വാഗതം ചെയ്ത് കൊണ്ടുപോകും. ഞാനിവിടെ തുടക്കത്തിൽ പാരായണം ചെയ്ത് കേൾപ്പിച്ച ആയത്തിലും അത് തന്നെയാണ് പറയുന്നത്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ ശാന്തി അടഞ്ഞ ആത്മാവേ, നിന്റെ റബ്ബിലേക്ക് അല്ലാഹു തആലയുടെ തൃപ്തി കിട്ടിയും നീ അല്ലാഹുൽ തൃപ്തനുമായ അവസ്ഥയിൽ അല്ലാഹുവിലേക്ക് മടങ്ങുക, എന്റെ അടിമകളിൽ പ്രവേശിക്കുക, എന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് മരണവേളയിൽ മലക്കുകൾ വന്ന് ആശ്വസിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അൽ ഫജ്റിലും ഈ ഇതുപോലെയുള്ള ഒരു വചനം, ഈ ഒരു വചനം അതിൽ നമുക്ക് കാണാൻ പറ്റും. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങളോട് ഞാൻ ചുരുക്കി പറയാം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, നമ്മുടെ ഹൃദയം, നമ്മുടെ വസ്ത്രമൊക്കെ നുരുമ്പിച്ചു പോകുമല്ലോ, ഇതുപോലെ ഹൃദയത്തിനുമുണ്ടൊരു നുരുമ്പിക്കലും ദുർബലമാകലും ഒക്കെ. 2 കാര്യങ്ങളാലാണ് ഹൃദയം നുരുമ്പിപ്പോകുന്നത് എന്ന് അദ്ദേഹം ചുരുക്കി പറയുന്നു. ഒന്ന് ഗഫ്ലത്ത്, നമ്മുടെ അശ്രദ്ധ, സകല വിഷയത്തിലുമുള്ള നമ്മുടെ അശ്രദ്ധ, ഇബാദത്തിലും ദാനധർമ്മം എല്ലാ ദീനിയായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള നമ്മുടെ അശ്രദ്ധ, അത് നമ്മുടെ ഹൃദയത്തെ അതിനെ ദുർബലമാക്കും. വദ്ദംബു, 2 പാപമാണ്. പാപം ചെയ്താലും ഹൃദയം ദുർബലമാകും. പരിഹാരം 2 കാര്യങ്ങൾ അദ്ദേഹം ചുരുക്കി പറയുന്നു. ഒന്ന് ഇസ്തിഗ്ഫാറാണ്, അള്ളാഹുവിനോട് എപ്പോഴും ഇസ്തിഗ്ഫാർ നടത്തുക. വദ്ദിക്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള സ്ഥിരപ്പെട്ട ദിക്റുകൾ നിർവഹിക്കുക. ഇതാണ് ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള 2 മാർഗങ്ങൾ അദ്ദേഹം ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് നമുക്ക് ഏറെ ഇഹത്തിലും പരത്തിലും അമ്ന നൽകുന്ന കാര്യമാണ്. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബകും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബകും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജനതയെ നശിപ്പിക്കുകയില്ല, താങ്കളുടെ സാന്നിധ്യം അവരിൽ ഉള്ള കാലത്തോളം. അത് കഴിഞ്ഞു, റസൂലുള്ളാഹിയുടെ സാന്നിധ്യം ഇപ്പോൾ ഇല്ല. ഇനി ആകെ ഒന്നാണുള്ളത്, ഇസ്തിഗ്ഫാർ നടത്തുന്ന കാലത്തോളം അല്ലാഹു തആല അവരെ ശിക്ഷിക്കുകയില്ല. ഈ ആയത്ത് വിശദീകരിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹു തആല നമുക്ക് 2 സുരക്ഷിതത്വമാണ് നൽകിയിട്ടുള്ളത്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യമായിരുന്നു, അത് പോയി കഴിഞ്ഞു. ശേഷിക്കുന്നത് ഇസ്തിഗ്ഫാറാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അത് നിങ്ങൾക്ക് മനസ്സമാധാനമേകും, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് കാവൽ നൽകും. അതുകൊണ്ട് ധാരാളമായും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, പാപമോചന തേട്ടം വർദ്ധിപ്പിക്കണം എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറഞ്ഞതായി നമുക്ക് കാണാം. സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.